+1 ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പൊസിഷൻ ടൈം റിലേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ ആണ് ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ടൈം 0 ആയിരിക്കുന്ന സമയത്ത് വസ്തു എ എന്ന പോയിന്റിലും ടൈം ടി ആയിരിക്കുന്ന സമയത്ത് വസ്തു ബി എന്ന പോയിന്റിലുമാണ്. ടൈം 0 ആയിരിക്കുന്ന സമയത്ത് വസ്തുവിൻ്റെ പൊസിഷൻ x0 എന്നും ടൈം ടി ആയിരിക്കുന്ന സമയത്തെ വസ്തുവിൻ്റെ പൊസിഷൻ xt എന്നും ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇനി x0 എന്ന പൊസിഷനിലായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വെലോസിറ്റി v0 ആണ്. xt എന്ന പൊസിഷനിൽ വസ്തുവിൻ്റെ വെലോസിറ്റി vt ആണ്. അപ്പോൾ ടൈം 0 ആയിരിക്കുന്ന സമയത്ത് വസ്തുവിൻ്റെ പൊസിഷൻ x0, ആ സമയത്തുള്ള വെലോസിറ്റി v0. ടൈം ടി ആയിരിക്കുന്ന സമയത്ത് വസ്തുവിൻ്റെ പൊസിഷൻ xt ആണ്, അപ്പോൾ ഉള്ള വെലോസിറ്റി vt ആണ്. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ a. യൂണിഫോം ആക്സിലറേഷൻ സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ടൈം ഇൻസ്റ്റൻറ്റ് 0 ആയിരിക്കുന്ന സമയത്ത് ദ പാർട്ടിക്കിൾ ബി അറ്റ് എ പൊസിഷൻ a and its velocity be v0. At the time instant t, let the particle at a point b and then its velocity is vt. Let x0 be the initial position and xt be the final position of the particle. We have average velocity is equal to initial velocity plus final velocity divided by 2. അപ്പം ആവറേജ് വെലോസിറ്റി കാണുന്നത് എങ്ങനെയാണ്? ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2, v0 പ്ലസ് vt ഡിവൈഡ് ബൈ 2. ഓൾസോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ കാണാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് xt മൈനസ് x0, ഫൈനൽ പൊസിഷൻ xt ആണ് മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇതാണ് വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ xt മൈനസ് x0 ഇസ് ഈക്വൽ ടു ഇനി ആവറേജ് വെലോസിറ്റി v0 പ്ലസ് vt ഡിവൈഡ് ബൈ 2 ആണ്. v0 പ്ലസ് vt ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടൈം t. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് നമുക്ക് ലഭിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ പഠിച്ചിരുന്നു. vt ഇസ് ഈക്വൽ ടു v0 പ്ലസ് at എന്ന് പഠിച്ചു. vt ഇസ് ഈക്വൽ ടു v0 പ്ലസ് at. ഇവിടെ vt എന്ന് പറയുന്ന ഈ ടേമിൻ്റെ പകരം നമുക്ക് v0 പ്ലസ് at എന്ന് കൊടുക്കാം. അപ്പം ബാക്കിയെല്ലാം സെയിം ആണ്. xt മൈനസ് x0 ഇസ് ഈക്വൽ ടു v0 പ്ലസ് ഈ vt എന്നുള്ളതിന് പകരം നമ്മൾ v0 പ്ലസ് at എന്ന് കൊടുക്കും. vtക്ക് പകരമായിട്ട് നമ്മളിവിടെ v0 പ്ലസ് at ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി. ഇവരെയുള്ള സ്റ്റെപ്പുകൾ ഒന്നുകൂടെ നോക്കാം. ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു v0 പ്ലസ് vt ഡിവൈഡ് ബൈ 2. Displacement is equal to average velocity into time. Displacement is equal to final velocity, final position minus initial position. xt minus x0 is equal to v0 plus vt divided by 2 into t. According to velocity time relation, vt is equal to v0 plus at. Therefore, xt minus x0 is equal to v0 plus v0. ഈ vtക്ക് പകരം നമ്മളിവിടെ v0 plus at എന്ന് കൊടുക്കുകയാണ്. അപ്പം v0 plus at divided by 2 into t എന്ന് നമുക്ക് ലഭിക്കും. ഇനി xt minus x0 is equal to v0 plus v0 എന്നുണ്ടായിരുന്നു. v0 plus v0 is equal to 2v0 plus at divided by 2 into t എന്ന് കിട്ടും. v0 പ്ലസ് v0 എന്നുള്ള ടേമാണ് 2v0 എന്ന് എഴുതിയിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. പ്ലസ് 80 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു നമുക്കിങ്ങനെ കിട്ടും 2v0 ഇൻറ്റു ടി. ഈ ടി നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിങ്ങനെ 2v0 ഇൻറ്റു ടി എന്ന് കിട്ടും. അതുപോലെ at സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. പിന്നെ ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക് 2v0 ബൈ 2. 2v0 ഇൻറ്റു ടി. 2v0 ബൈ 2 ഇവിടെ ഉള്ളതാണ്. ഒരു ഇൻറ്റു ടി ഇങ്ങോട്ട് വരും. 2v0 t ബൈ 2 പ്ലസ് പിന്നെ അടുത്ത ടൈമിൽ എന്താക്കിയാണുള്ളത് a t ഇൻറ്റു ടി, a t സ്ക്വയർ ബൈ 2. ഇതിനെ നമ്മൾ ടി അകത്തേക്ക് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2v0 t ബൈ 2 പ്ലസ് a t സ്ക്വയർ ബൈ 2. നമ്മൾ എഴുതി നോക്കണം. then xt minus x0 is equal to ഇവിടെ 2 × 2 ക്യാൻസൽ ആയി പോകും. പിന്നെ എന്ത് കിട്ടും?
V0t എന്ന് കിട്ടും. V0t പ്ലസ് AT²/2. AT²/2 എന്ന് പറഞ്ഞാൽ ഹാഫ് AT² ആണ്. AT²/2ൻ്റെ പകുതി, അതായത് ഹാഫ് AT². ഓർ നമുക്കിങ്ങനെ എഴുതാം, ഇത് നമുക്ക് കിട്ടുന്ന ഒരു റിലേഷനാണ്, പൊസിഷൻ ടൈം റിലേഷൻ. xt മൈനസ് x0 = V0t പ്ലസ് ഹാഫ് AT². ഇനി നമുക്ക് ഈ xt മൈനസ് x0 എന്നുള്ളതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്. xt മൈനസ് x0 = ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മളിവിടെ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം xt മൈനസ് x0 = എസ് ആണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ ഇങ്ങനെ എഴുതാം, s = V0t പ്ലസ് ഹാഫ് AT² എന്ന് എഴുതാം. s = V0t പ്ലസ് ഹാഫ് AT². എന്തുകൊണ്ടാണ്? xt മൈനസ് x0 എസ് ആണ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിനെ xt മൈനസ് x0 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ s = V0t പ്ലസ് ഹാഫ് AT² നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി V0യെ നമ്മൾ u ആയിട്ടും ഫൈനൽ വെലോസിറ്റി Vtയെ നമ്മൾ v ആയിട്ടും എടുക്കുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി V0 എന്ന് പറയുന്നതിന് നമ്മൾ u എന്നും, അതുപോലെ ഫൈനൽ വെലോസിറ്റി Vt = v എന്നും. അപ്പം ചില ടെക്സ്റ്റുകളിലൊക്കെ ഇങ്ങനെ ഇനീഷ്യൽ വെലോസിറ്റിയെ u എന്നും ഫൈനൽ വെലോസിറ്റിയെ v എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ ടൈം റിലേഷൻ്റെ അകത്ത് ഇങ്ങനെ വരും. ദെൻ ദ പൊസിഷൻ ടൈം റിലേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് s = ut പ്ലസ് ഹാഫ് AT². അപ്പോൾ നമ്മൾ 3 രീതിയിൽ പൊസിഷൻ ടൈം റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ആദ്യത്തേത് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും വരുന്ന കേസിൽ, ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ, ഇത് സാധാരണ പ്രോബ്ലത്തിൻ്റെ അകത്തൊക്കെയാണ്. ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? xt മൈനസ് x0, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ = V0t പ്ലസ് ഹാഫ് AT² എന്ന് എഴുതാം. ഇനി xt മൈനസ് x0 എന്നല്ല, ഫൈനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ തന്നിട്ടില്ല, വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്താൽ മതിയാകും. s = V0t പ്ലസ് ഹാഫ് AT². ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം തന്നിരിക്കുന്ന കേസുകളിൽ s = V0t പ്ലസ് ഹാഫ് AT². ഇനി V0യെ നമ്മൾ, അതായത് ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v, അങ്ങനെയുള്ള ഒരു റെപ്രസെൻറ്റേഷൻ തരുന്ന കേസുകളിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്? s = ut പ്ലസ് ഹാഫ് AT² എന്ന് കിട്ടും. s = ut പ്ലസ് ഹാഫ് AT². അപ്പോൾ 3 രീതിയിൽ പൊസിഷൻ ടൈം റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലുള്ള എക്വേഷൻ ഏത് രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുക. ചില ക്വസ്റ്റ്യനുകളിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ മാറി വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 റിലേഷൻ ഏത് കണ്ടു കഴിഞ്ഞാലും അത് പൊസിഷൻ ടൈം റിലേഷൻ ആണെന്ന് മനസ്സിലാകണം. അപ്പോൾ പൊസിഷൻ ടൈം റിലേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. ടോപ്പിക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ട്ബുക്ക് എടുത്തിട്ട് സ്റ്റെപ്പുകൾ എഴുതി വരണം, എങ്കിൽ മാത്രമേ നമുക്കിത് ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാണുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകുമെങ്കിലും എഴുതി വരുമ്പോൾ ചില ടേംസ് മിസ്സാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം മുതൽ നോട്ട്ബുക്ക് എടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വരിക, ഡിറൈവ് ചെയ്യുക.